സോ എല്ലാവർക്കും നമസ്കാരം. പതിപോലെ തിരുക്കുറളിന്റെ 59ാമത്തെ കുറളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഇന്ന് ശാന്തിമാമും അതുപോലെ തന്നെ മോഹൻദാസ് സാറും നമ്മളെ നയിക്കും. മോഹൻദാസ് സാർ ഒന്ന് തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറളിന്റെ 89ാമത്തെ അധികാരമാണ്. അത് നട്ടിയൽ എന്നുള്ള അധ്യായത്തിലെ ഈ പകയെ സൗഹൃദം കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് പകയെ കുറിച്ച് പറഞ്ഞു, സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു. ഇത് വീണ്ടും പറയുന്നുണ്ട്, മനസ്സിൽ ഉള്ളിൽ പക വെച്ചുകൊണ്ട് പുറത്ത് കാണിക്കാതിരിക്കുന്ന സുഹൃത്ത് ബലങ്ങളുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് കണ്ടറിയുക, എങ്ങനെയാണ് അതിനെ നിന്ന് ഒഴിവായി വരിക എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ തിരുവള്ളുവർ പറയുന്നത്. പുറമേയുള്ള ശത്രുതയ്ക്ക് കാരണമായി അത് പ്രതികാരത്തിലൂടെ ശബലമാക്കുന്നവരെ ഉള്ളിൽ തന്നെ തങ്ങി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ഉൾപ്പക ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് അത് എന്ന് പറയുന്നുണ്ട്. കാരണം പുറമെ നടിക്കുകയും ഉള്ളിൽ പക വെച്ച് പുലർത്തുകയും ചെയ്യുന്നൊരു തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ വളരെയധികം പല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിന്റെ കുറിച്ചുള്ള ഭവിഷ്യത്തുകളും അതിൽ നിന്നും എങ്ങനെ വിമുക്തനായി വരണം എന്നുള്ള കുറിച്ചാണ് കവിയുടെ പറയുന്നത്. അത് ആദ്യമായിട്ട് ശാന്തി മഠത്തിനതിലേക്ക് നിൽക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉட்பகை എന്ന അധികാരമാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇതിനു മുന്നേ സാർ പറഞ്ഞതുപോലെ പുറമേ നല്ല സ്നേഹം അഭിനയിക്കുകയും എന്നാൽ അകം അല്ലെങ്കിൽ ഉള്ളിൽ പക കൊണ്ട് നടക്കുന്നവരുമായി എങ്ങനെ വേണം നമ്മൾ സമ്പർക്കം ചെലുത്തുക എന്നുള്ളതാണ്. അതായത് കൂടുതലും രാജാക്കന്മാർക്ക്, നമ്മുടെ രാജാവാണെങ്കിൽ എങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ നിർത്തണം, അല്ലെങ്കിൽ ആ രാജ്യം തന്നെ കൈവിട്ടു പോകും എന്നുള്ളതിന് വേണ്ടിയാണ് ഈ അധികാരം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതില് ആദ്യം ഒരു 3-4 കുറളിൽ ഈ ഉட்பக എന്തൊക്കെയാണ് ദോഷം ചെയ്യും, അതിന്റെ ദോഷം മാത്രമാണ് ഈ പറയുന്നത്. ആദ്യത്തെ കുറൾ, അതായത് 881ാമത്തെ കുറൾ, നിഴൽ നീരും ഇന്നാതെ ഇന്നാ തമർനീരും ഇന്നാവാം ഇന്നാ ചെയ്യിൻ. അതായത് നിഴൽ നമുക്ക് വെയിൽ സമയത്ത് നിഴൽ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പം നിഴൽ തേടിയാണ് നമ്മൾ അലയുന്നത്. കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് നിഴൽ വളരെ അത്യാവശ്യമാണ്. അതുപോലെ നീരും വെച്ചാൽ തണുത്ത വെള്ളം. ഇത് വെയിൽ സമയത്ത് നമുക്ക് ഇത് എങ്ങനെയുള്ള വെള്ളമാണെങ്കിലും നമുക്ക് അത്യാവശ്യമാണ്, നമ്മൾ അത് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യും. കാരണം ഈ രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് വെയിൽ സമയത്താണ് നമ്മൾ അതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ ഒരാൾക്ക് ഇത് രണ്ടും ആദ്യം വളരെ സുഖകരമായിരിക്കും, വളരെ സുഖമായ ഒരു അനുഭവത്തെ ആയിരിക്കും തരുന്നത് ഈ വെള്ളം കുടിക്കുമ്പോൾ, അതുപോലെ ഈ നിഴല് നിൽക്കുന്നതും. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോഴത് പിന്നീട് അതിന് ശേഷം നമുക്ക് പല ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ചൂടിൽ നടന്നു വന്നിട്ട് നമ്മളിപ്പോ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നീർത്താഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭയങ്കര ചൂടിൽ വന്ന് നമ്മൾ നിഴലത്ത് നിൽക്കുമ്പോൾ അപ്പോഴും നീർത്താഴ്ച ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ശാരീരികമായി നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. അത് താൽക്കാലികമായി നമുക്ക് സുഖം തരും, എന്നാൽ അത് നിരന്തരമായ ഒരു സുഖമല്ലാതെ അത് നമുക്ക് പിന്നീട് പല ഭവിഷ്യത്തുകളും തരാറുണ്ട്. അതുപോലെയാണ് നിഴലും നീരെന്ന് പറഞ്ഞാൽ വെള്ളം. ഇത് രണ്ടും ഇന്നാതെ അതായത് നമുക്ക് മോശമായ പിന്നീട് ഉടനെ തരില്ല, കുറച്ച് കഴിഞ്ഞ് നമുക്കിത് മോശമായ ഭവിഷ്യത്തുകളെ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ അതുപോലെയാണ് തമർ നീരും ഇന്നാവാം ഇന്നാ സെയിൻ. അതുപോലെയാണ് തമർ എന്ന് പറഞ്ഞാൽ നമ്മോട് കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മോട് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നവർ. അതാണ് തമർ എന്ന് പറയുന്നത്, തന്നോടുകൂടി നടക്കുന്നവർ. അവർ നീരും മിന്നാശയും അവരെന്ത് ചെയ്യും? ഇതുപോലെ ഈ വെള്ളവും നിഴലും പോലെ ഇവരും നമുക്ക് കൂടെ നിൽക്കുന്ന സമയത്ത് മാത്രം നമുക്ക് നന്മ ചെയ്യും. എന്നാൽ പിറകിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മെക്കുറിച്ച് മോശമായി പറയുകയും
അല്ലെങ്കിൽ നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ നമ്മുടെ കൂടെ നിർത്തരുത്. കാരണം അവർ നമുക്ക് എന്നും ദോഷം മാത്രമേ വരുത്തൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ രാജാവെന്ന് മാത്രമല്ല മനുഷ്യർ എല്ലാവരും തന്നെ ഇതിൽ ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ എങ്ങനെയാണോ ആ നിഴലും വെള്ളവും നമുക്ക് പിന്നീട് ദോഷം ചെയ്യുന്നത് പോലെ ഇവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും, നമ്മളെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് വേറെ പല സന്ദർഭങ്ങളിൽ നമുക്കിട്ട് അവർ പണിയും. അതുകൊണ്ട് ഇവരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇല്ല എങ്കിൽ ഈ രാജാവിന് മോശ അനുഭവം മാത്രമായിരിക്കും കിട്ടുന്നത് എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. 89ാമത്തെ കുറളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഉൾപ്പകൈ ഉൾപ്പക എന്നും ആന്തരിക സംഘർഷമെന്നും ഒക്കെ മലയാളത്തിൽ പറയുന്നു. ഇല്ലെങ്കിൽ ഇന്നർ ഗ്രഡ്ജ്, സ്ട്രൈഫ് എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് പദങ്ങളുമുണ്ട്. ബന്ധുക്കൾ ദ്രോഹകരമാകുമ്പോൾ തണലും വെള്ളവും പോലും ദോഷകരമാകും. ശത്രുക്കളെ വാളുകൾ പോലെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ സുഹൃത്തുക്കളായി അഭിനയിക്കുന്നവരുമായുള്ള ബന്ധങ്ങളെ വളരെ ഭയപ്പെടണം. ആഭ്യന്തര കലഹങ്ങളെ ഭയപ്പെടുകയും സ്വയം സംരക്ഷിക്കുകയും ചെയ്യുക. നനഞ്ഞ കളിമണ്ണ് മുറിക്കുന്ന ഒരു ഉപകരണം പോലെ കഷ്ടകാലത്ത് അത് തീർച്ചയായും നമ്മളെ കൂടുതൽ ക്ലേശപ്പെടുത്തും. മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന ആന്തരിക കലഹങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് കുടുംബത്തെ അസ്വസ്ഥമാക്കുന്ന പോരായ്മകൾക്ക് കാരണമാകും. ബന്ധുക്കൾക്കിടയിൽ ആന്തരിക സംഘർഷങ്ങൾ ഉയർന്നു വന്നാൽ വിനാശകരമായ പോരായ്മ ഉടലെടുക്കുന്നു. എന്നൊരു ആമുഖം പറഞ്ഞാൽ 881ാമത്തെ കുറളിലേക്ക് കടക്കുമ്പോൾ ഈ പാഠം മുഴുവൻ തന്നെയും ഈ കാലയളവിലെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വാർത്തകൾ നമുക്ക് ഈ പാഠഭാഗവുമായിട്ട് ഒരുപാട് ചേർന്നു പോകുന്നതാണെന്ന് തോന്നിപ്പോകും. നിഴൽ നീരും ഇന്നാത ഇന്ന തമർ നീരും ഇന്നാവാം ഇന്ന ചെയ്യൻ. സുഗതമാകിൽ നിഴൽ ജലവും നന്നല്ല പോൽ ബന്ധുക്കളും ചെയ്യിൽ. തണലും വെള്ളവും നൽകുന്ന ആശ്വാസം രോഗം ഉണ്ടാക്കുന്നത് പോലെ ഉള്ളിൽ പകയുണ്ടെങ്കിൽ ബന്ധുക്കളോടുള്ള പ്രവൃത്തികൾ ദോഷകരമാണ്. സുഖതം നിഴലും തണ്ണീർച്ചിലകാൽ ദ്രോഹമേകിടും. അതുപോലെ കുടുംബക്കാർ ദ്രോഹകാരണമായിടാം. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. The Tirukkural, authored by the ancient poet, philosopher Valluvan, is a foundational Tamil text offering 1,330 couplets on ethics, politics, and love. Chapter 89, titled Inner Grudge, Utpagai, warns against the hidden dangers of enemies who pose as friends or kin. Verse 881 specifically
uses a powerful analogy. Just as shade and water are usually life-giving but can cause illness if tainted, relatives can become destructive if they harbor secret malice. Comfort-giving shade and water make illness too, like that deeds to relatives are harmful if inner grudge is there. Analysis of verse 881. This verse highlights the treachery of proximity. We naturally let our guard down around family, making the inner grudge far more lethal than an open enemy. When the people meant to be your shade, protection, and water, sustenance, turn against you, the harm is internal and often impossible to see until it is too late. A biblical perspective. This sentiment resonates deeply with the betrayal of Jesus by Judas Iscariot. In the Gospel of Matthew, the ultimate inner grudge is revealed through a sign of affection. Going at once to Jesus, Judas said, "Greetings, Rabbi," and kissed him. Matthew 26:49. Just as Valluvar warns that the comforts of kinship can mask a deadly illness, Judas used a kiss, a symbol of familial love and loyalty, to deliver Jesus to his executioners. Both texts emphasize that the most profound wounds are not inflicted by strangers, but by those who have gained access to our hearts and homes while hiding a grudge within. Thank you, sir. Over. 882 குறளாണ്. வாள் போல் பகைவரை அஞ்சற்க அஞ்சுக கேள் போல் பகைவர் தொடர்பு. ഇതും ഉட்പക അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറമേ വേറൊന്ന് കാണിക്കുന്ന അങ്ങനെയുള്ളവരുടെ സഹവാസം, അതായത് അവരുടെ തന്നെ അവരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആക്കുന്നതും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതും നമുക്ക് വളരെ ദോഷം ചെയ്യും എന്നുള്ളതിനാണ് ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ഉപമ പറഞ്ഞിരിക്കുന്നത് വാൾ പോൽ പകൈവറെ അഞ്ചർക്ക, അതായത് ഒരു വാളെടുത്തിട്ട് ഉറയിൽ നിന്നും വാള് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എറിഞ്ഞ് നമ്മളെ അതായത് ഡയറക്റ്റ് നമ്മളുമായി എതിർക്കുന്ന ഒരു ശത്രുവിനെ നമുക്ക് ഭയക്കണ്ട. കാരണം നമ്മൾ ആ ശത്രുവിനെ കാണുമ്പോൾ നമുക്ക് അറിയാം ശത്രു ഇത്രത്തോളം നമ്മളെ നമുക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇന്നതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളോടുകൂടിയായിരിക്കും നമ്മൾ അവരെ കാണുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും എന്തായാലും നമ്മൾ അത് കരുതും. എന്നാൽ നമ്മുടെ കൂടെ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ദോഷം തന്നെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ആൾക്കാര്, എന്നാൽ നമ്മളെ കാണുമ്പോഴൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംശയമേ തോന്നില്ല, അത്രയ്ക്ക് നമ്മളുമായിട്ട് അടുപ്പം കാണിക്കുന്നതും നമുക്ക് നന്മ മാത്രമേ ചിന്തിക്കുന്നതുമായ ആൾക്കാര്, അവരെ വേണം ഭയക്കാൻ. കാരണം പുറമേ നിന്ന് നമ്മുടെ ശത്രു എന്ന് പറയുന്ന ആള് വാള് പോലെ വെട്ടുന്ന ആളാണ്. അത് നമുക്കറിയാം, വാളിലെ തൊടുമ്പോൾ സൂക്ഷിക്കണം എന്നറിയാം. അപ്പൊ നമ്മൾ ആ ശത്രുവിനെ നമ്മൾ ഭയക്കില്ല. കാരണം അവര് ഇന്ന ദോഷങ്ങൾ നമുക്ക് വരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് തക്ക രീതിയിൽ പ്രവർത്തിക്കും. എന്നാൽ കേൾപോൽ പകൈവർ തുടർബ്, അഞ്ചുക എന്ന് പറഞ്ഞാൽ ഭയക്കുക, കേൾപോൽ പകൈവർ തുടർബ്. കേൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നட்பு എന്നാണ്, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ആ ഫ്രണ്ട്ഷിപ്പ് പോലെ നമ്മുടെ കൂടെ
നിൽക്കുന്ന ആള് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് അവര് നമ്മുടെ ബന്ധത്തിനെ അവർ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്ന തരത്തിലായിരിക്കും അവരുടെ പ്രവൃത്തി. അപ്പൊ നമ്മൾ അതിൽ വീണു പോകും. അങ്ങനെ ആവരുത്. കാരണം അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു വെഞ്ചൻസ് ഇരുന്നുകൊണ്ടിരിക്കും. അവരേത് തക്കം നോക്കിയായിരിക്കും നമ്മളെ വീഴ്ത്തുന്നത്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു സഹവാസം ഒരിക്കലും നമുക്ക് നല്ലതല്ല. അത് നമുക്ക് ദോഷം മാത്രമേ വരുത്തി വെക്കൂ. കാരണം അത് അവരെന്താണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കും ഇവരായിരിക്കില്ല നമുക്ക് ദോഷം ചെയ്യുന്നത്, വേറെ പുറമേ നിന്നുള്ള ശത്രുക്കളായിരിക്കും. രാജാക്കന്മാർ എപ്പോഴും ഞങ്ങളുടെ സംഘം ലിറ്ററേച്ചറിൽ പറയുന്നത്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പാസറ എന്ന് പറയും. പാസറ എന്ന് പറഞ്ഞാല് ഒരു അന്ന് ഇപ്പോഴത്തെ യുദ്ധം പോലെ അല്ലല്ലോ. ഇപ്പൊ ആരെ വേണമെങ്കിലും ഏത് രാത്രിയോ പകലോ എപ്പോ വേണമെങ്കിലും ആക്രമിക്കാം. പക്ഷെ അന്ന് അങ്ങനെയല്ല. യുദ്ധം ചെയ്യണമെങ്കിൽ ഒരു നിയമമുണ്ട്. ആദ്യം നമ്മൾ ആനിരെ കവർദൽ എന്ന് വെച്ചാല് എനിക്കിപ്പോ തോന്നുന്നുണ്ട് എൻ്റെ അയൽപക്കത്തെ രാജ്യത്തിനെ എൻ്റെ കീഴ്പ്പെടുത്തണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആദ്യം പോയി അവിടെയുള്ള പശുക്കളെ ഞാൻ മോഷ്ടിച്ചുകൊണ്ട് വരും. അപ്പോ കൊണ്ടുവന്ന് അതിനെ കൊല്ലുകയോ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല. അതിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഞാൻ സൂചിപ്പിക്കുന്നത്? നീ നിന്റെ രാജ്യത്തെ ആക്രമിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്നോട് വന്ന് യുദ്ധം ചെയ്യെന്ന് പറയും. അപ്പൊ അവര് വന്ന് എന്ത് ചെയ്യും? യുദ്ധം ചെയ്ത് ഈ പശുക്കളെ വീണ്ടും എടുത്തോണ്ട് പോകും. അപ്പൊ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? എന്നെ തോൽപ്പിച്ചിട്ടേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു നിയമവാലിയിലാണ് അവര് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കറിയാം ഇവര് ആ പാസറ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഒരു ടെന്റ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാസറ എന്ന് പറയുന്നത്. അവിടെ രാജാവ് കിടക്കുന്നതിന്റെ ഇതിന്റെ വെളിയില് ആൾക്കാർ ആരൊക്കെയാണ് ആ പാസറയെ കാവല് കാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്? ചെവി കേൾക്കാത്തതും സംസാരിക്കാൻ കഴിവില്ലാത്തതുമായ ആൾക്കാരാണ്. കാരണം ഇവര് നാളെ യുദ്ധം ഇന്ന് വൈകുന്നേരത്തോടുകൂടി, അതായത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിച്ച് ആ പാസറയിലേക്ക് വരും. അപ്പൊ അത് കഴിയുമ്പോൾ രാജാവ് അന്നത്തെ യുദ്ധത്തില് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു, അവിടെയുള്ള ഭടന്മാരെയൊക്കെ പോയി കണ്ട് അവർക്കൊരു ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നാളെ എന്ത് ചെയ്യണം, നാളെ നമ്മൾ എങ്ങനെയാണ് വ്യൂഹങ്ങൾ ക്രമീകരിക്കുക, യുദ്ധക്കളത്തിൽ അതിനൊക്കെ ഓരോ പേരുണ്ട്. ആ ദൂസുപ്പടை, കാലാൾപ്പടை, ഇങ്ങനെ ഓരോ ആ പടை എന്ന് പറയുന്നത് സേനയാണ്. അപ്പൊ അത് എങ്ങനെ വേണം ക്രമീകരിക്കുക എന്നുള്ളത്, അത് പുറത്ത് പോവരുത് എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചെവി കേൾക്കാൻ പറ്റാത്ത ആളെയും സംസാരിക്കാൻ പറ്റാത്ത ആളെയും അതിന് കാവല് നിർത്തുന്നത്. അപ്പോ പിന്നെ കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും ഇതിന് പാചകം പോലുള്ള കാര്യങ്ങൾക്ക് അവരെയുമാണ് ഉപയോഗിക്കുന്നത്. ഇത് സംഘം ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം രാജാക്കന്മാർ അത്രയും ശ്രദ്ധയായിട്ട് കൂടി നടന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വള്ളുവരും ഇത് പറയുന്നത്, നമ്മുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളെ കണ്ടറിയണം. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം. അങ്ങനെ ആണെങ്കിൽ അവരെ മാറ്റി നിർത്തുക. അല്ല എങ്കിൽ ഈ രാജാവിന് എപ്പോഴും വിജയം കൈവരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് രാജാവിന് മാത്രമല്ല, എല്ലാവർക്കും സഹായിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിലും ചിലപ്പം നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവരായിരിക്കും നമുക്കിട്ട് പണി തന്നിട്ട് പോണത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം, അധികാരം 89, ഉட்பகை, അതായത് ഉൾപ്പക. കുറൾ 882. വാൾപോൽ പകൈവரை അഞ്ചർക്ക, അഞ്ചുക കേൾപോൽ പകൈവർ തുടർപ്പു. വാളത്ത ശത്രുവെ അഞ്ചേണ്ട, ബന്ധുവായി ഭാവിക്കും അരിയെ അഞ്ചേണം. ഇവിടെ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കാവ്യങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന തിരുക്കുറളിനെ അതിൻ്റെ കാവ്യ ഭംഗിയോടൊപ്പം തന്നെ മൗലികത, സാർവജനനീയത എന്നിവ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ
എന്തൊക്കെ അറിവുകൾ ഒരു മനുഷ്യജന്മത്തിൽ നേടേണ്ടതുണ്ടോ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള കുറളുകളാണ് തിരുക്കുറളിൽ നിറച്ചിരിക്കുന്നത്. ഒരു കടുക് മണിയിൽ ഭൂമിയോളം കാര്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഓരോ കുറളിനെ കുറിച്ചും പറയാം. കുറൾ 882 നമുക്കിവിടെ ഇന്ന് അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. വാൾ പോലെ പാഞ്ഞെടുക്കുന്ന ശത്രുക്കളെ ഭയക്കേണ്ട, എന്നാൽ ബന്ധുവായി ഭാവിക്കുന്ന ഉൾപ്പകയുള്ളവരുടെ ബന്ധത്തെ ഭയക്കണമെന്നാണ് തിരുവള്ളുവർ ഈ കുറളിൽ പറയുന്നത്. അതായത് നമുക്കറിയാം, ശത്രു വാളുമായിട്ട് നമുക്ക് നേരെ വരികയാണ്. ആ ശത്രു എന്താണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമുക്ക് വാൾ പോലെ നേരെ വരുന്ന ശത്രുവിനെ ഭയക്കേണ്ടതില്ല. കാരണം വരുന്നത് ശത്രുവാണെന്നറിയാം, അയാളിൽ നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് എന്നും അറിയാം, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയാം. അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ബന്ധുവിനെ പോലെ ഭാവിച്ച് വളരെ സുഹൃത്തായി വരുന്ന ഗൂഢ ശത്രുത മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരാളെ ഭയന്നേ പറ്റൂ. കാരണം ഏത് നിമിഷത്തിലാണ് അവർ ചതിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ കരുതിയിരിക്കണമെന്നാണ് ഈ കുറൾ പറയുന്നത്. ശത്രുക്കളല്ല, ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ വസിപ്പവർ എന്ന് മറ്റൊരു പൊരുൾ. കുറൾ 882. വാൾ പോൽ പകൈവരെ അഞ്ചർക്ക, അഞ്ചുക കേൾപോൽ പകൈവർ തുടർപ്പു. ഓവർ. താങ്ക് യു സർ. Good evening to all. Tirukkural, Part 2, Artha, Wealth. Chapter 89, Inner Grudge. Kural 882. വാൾ പോൽ പകൈ വരൈ അഞ്ചർക്ക അഞ്ചുക കേൾപോൽ പകൈവർ തുടർപ്പു. Don't fear the enemies approaching fast like swords, but connection with men posing to be relative, keeping inner grudge is to be scarred. One can protect oneself from visible sword like non-enemies, so he need not fear them much. But one has to fear enemies who pretend to be kin yet harbor enmity in their heads. He has to be more careful with them than open foes. It's a key insight. Open enemies are easy to identify and guard against. However, internal enemies, those who act like family or friends while harboring hatred, are far more dangerous because their treachery is hidden and unexpected. വാൾ പോൽ പകൈ വരൈ അഞ്ചർക്ക അഞ്ചുക കേൾപോൽ പകൈവർ തുടർപ്പു. താങ്ക് യു. ഓവേഴ്സ്. 883 കുറളാണ്. ഉட்பகை அஞ்சி தற்காக்க ഉലൈവിടത്ത് മട്പകയിൻ മാണത്തെറും. അതായത് ഈ കുറളിലും ഈ മനസ്സിന്റെ ഉള്ളിൽ പക വെച്ചുകൊണ്ട് പുറമേ അഭിനയിക്കുന്ന അവർ കാരണം നമുക്ക് വരുന്ന ദോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉட்பகை അഞ്ചി തർക്കാക്ക, നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ ശത്രുവായാണ് കാണുന്നത്, അതായത് മനസ്സിനുള്ളിൽ. പക്ഷെ പുറമേ അത് പ്രകടിപ്പിക്കുന്നില്ല. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അവരിൽ നിന്നും നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊള്ളണം. അങ്ങനെ അല്ല എങ്കിൽ എപ്പോഴും അത് നമുക്ക് ദോഷമായിരിക്കും. അത് എങ്ങനെ? ഉലൈവിടത്ത് മട്പകയിൻ മാണത്തെറും. അതായത് മൺപാത്രമുണ്ടല്ലോ,
അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ കുറച്ചൊരു വെള്ളം ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വരും. അത് ഈ നല്ല ചുടാത്ത മണ്ണാണെങ്കിൽ കുറച്ച് സമയം വരും. അത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. എന്നാൽ അതിൻ്റെ അകത്തൊരു ദ്വാരം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തേക്ക് വെള്ളം വരും. അപ്പൊ നമ്മൾ ആ പാത്രത്തെ എന്ത് ചെയ്യും? മാക്സിമം നമ്മൾ അതിനെ ഉടച്ചു കളയും. അതുപോലെ തന്നെയാണ് അത് ചെയ്യുന്ന കുയവൻ എന്ന് പറയില്ലേ, അദ്ദേഹം അത് ചെയ്യുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ മുറിച്ചു കളയും. അത് എക്സ്ട്രാ ഒരു പീസ് പോലെ അവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചധിക ഭാഗത്ത് എന്തെങ്കിലും കുറച്ച് മണ്ണ് കൂടുതൽ വരികയാണെങ്കിൽ അതിനെ ഇത് വെച്ച് വെട്ടിക്കളയുന്നത് പോലെ നമ്മുടെ കൂടെ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ അത് എങ്ങനെയാണോ ആ കുയവൻ ആ മൺപാത്രത്തിനെ വെട്ടിക്കളയുന്നത് പോലെ നമ്മളെയും വെട്ടിക്കളയും. അതായത് കൊല്ലുക എന്നുള്ളതല്ല, നമ്മുടെ കുടി തന്നെ ഇല്ലാതാക്കി കളയും. കാരണം ഒരു രാജാവ് എപ്പോഴും വളരെയധികം സൂക്ഷിക്കണം, ഇല്ല എങ്കിൽ ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാരതിദാസൻ ഒരു തമിഴിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കവിஞനാണ് ഈ ഭാരതിദാസൻ. അദ്ദേഹം ഒരു ഇതിൽ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു രാജാവും രാജ്ഞിയും, ആ രാജ്ഞിയുടെ അനുജൻ വന്നിട്ട് അവന് ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡായ ആ രാജാവിനെയും കൊല്ലണം, എന്നിട്ട് താൻ ഇതിനെ ഇതാകണമെന്നാണ്. ആ പാണ്ഡ്യൻ പരിസ് എന്നാണ് ആ കവിതയുടെ പേര്. അതിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ സ്വന്തം ജ്യേഷ്ഠനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാതെ ആ രാജ്ഞിയും രാജാവും കൊല്ലപ്പെടുന്നു. അതില് ആ രാജാവിന്റെ മകളാണ് അവസാനം ഈ സ്വന്തം നാടാണ്, എൻ്റെ അച്ഛൻ്റെ അവകാശപ്പെട്ട രാജ്യമാണ് ഇതെന്ന് പ്രൂഫ് ചെയ്യുന്നത്. അപ്പോ അവിടെ ആ രാജ്യം, ആ അന്നം എന്ന് പറയുന്ന മകൾ, ഈ രാജാവിന്റെ മകൾ കഷ്ടപ്പെടുകയാണ്. കാരണം അവളുടെ വീട്ടില് ജോലിക്കാരിയായിരുന്ന സ്ത്രീയാണ് ഇവളെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നതും അതായത് സ്വന്തം മാമന്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കുകയാണ്. അപ്പൊ ആ മാമൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഇവക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അവിടെ നടന്നത് ആ ഒരു രാജ്യത്തിന്റെ തന്നെ തകർച്ചയാണ്. അത് ഈ പാണ്ഡ്യൻ പരിസ് എന്ന ആ ഒരു കാവ്യം എന്ന് പറയും, പാട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭാരതിദാസൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുറളിനൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുമുണ്ട്. കാരണം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു രാജ്യം തകരാൻ കാരണം കൂടെ തന്നെ ഇരുന്നുകൊണ്ട് അതും സ്വന്തം ജ്യേഷ്ഠനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലും അറിയാതെ നമ്മൾ ഒരു രാജാവിരിക്കാൻ പാടില്ല. അത് അറിഞ്ഞാൽ മാത്രമേ ആ രാജ്യത്തെ രക്ഷിക്കാൻ രാജാവിന് കഴിയൂ. അതുകൊണ്ടാണ് ഉட்பகை അഞ്ചി തർക്കാക്ക, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന ആൾക്കാർ ആരാണെന്ന് കണ്ടുപിടിച്ച് നമ്മെ കാത്തുകൊള്ളണം. ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ മൺപാത്രത്തിനെ വെട്ടിക്കളഞ്ഞതുപോലെ നമ്മുടെ രാജ്യം മാത്രമല്ല എല്ലാം നശിക്കാൻ ഇടവരും എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. കുറൾ 883. ഉட்பகை അഞ്ചി തർക്കാക്ക ഉലൈവിടത്തു മട്പകയിൻ മാണത്തെറും. ഉൾപ്പകയെ സൂക്ഷിക്ക, മൺകലം ചീകുന്ന കത്തി പോലരിയും അത് പിന്നെ. ഉൾപ്പകയെ എപ്പോഴും ഭയത്തോടെ കാത്തു സൂക്ഷിക്കണം. കാരണം അത് പാകം ചെയ്യാത്ത മൺപാത്രം പോലെയാണ്. ചെറിയ ആഘാതം വന്നാൽ പോലും എളുപ്പത്തിൽ പൊട്ടിപ്പോകും. അവനവനിലുള്ള പകയെ ഭയപ്പെടുകയും അതിൽ നിന്നും സ്വയം രക്ഷ നേടുകയും വേണം. അല്ലെങ്കിൽ മൺകലം ചെയ്യുന്ന കുശവന്റെ ആയുധം പോലെ അത് അവനവനെ തന്നെ നശിപ്പിച്ചു കളയുന്നു. ഇന്ത്യയുടെ കരുത്തുറ്റ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തന്റെ ഏറ്റവും വിശ്വസ്തരായിരുന്ന സുരക്ഷാ ഗാർഡുകളാൽ വധിക്കപ്പെട്ടു. ബീത് സിംഗ്, സത്വന്ത് സിംഗ് എന്നീ സുരക്ഷാ ഗാർഡുകൾ പുറമെ അതിവിശ്വസ്തരായി തോന്നിച്ചുവെങ്കിലും ഉള്ളിൽ പക സൂക്ഷിച്ചിരുന്നു. ആ ഉൾപ്പക മൂലമാണ് ഒരു വലിയ ദുരന്തത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. അടുത്തവരുടെ ഉള്ളിൽ പകയുണ്ടെങ്കിൽ അത് വളരെ അപകടമാണെന്ന് ഈ കുറൾ ലോകത്തോട് വിളിച്ചു പറയുന്നു.
അടുപ്പമുള്ളവരിൽ നിന്നുള്ള ദോഷം ദൂരെയുള്ള ശത്രുവിനേക്കാൾ ഭീഷണിയാണ്. കുറൾ 883. ഉட்பகை 5 தற்காக்க ഉലൈവിടത്തു മട്പകയിൻ മാണത്തെറും. ഉൾപ്പകയെ സൂക്ഷിക്ക, മൺകലം ചെയ്യുന്ന കത്തി പോലരിയും അത് പിന്നെ. താങ്ക് യു. Thank you, ma'am. Qural 883. Keep vigil and fear of inner grudge, as raw unbaked mud pot can be easily cut with knife. If careless, it may hurt. In this verse, Valluvar compares a person harboring an inner grudge to a pot of unbaked raw clay. Just as a moist, unburned pot has no structural integrity and can be easily sliced or crushed by a simple knife, a mind or a family divided by secret enmity is incredibly fragile. The poet warns that if you are careless and do not maintain a vigil, constant watchfulness, this internal weakness will lead to total destruction at the slightest touch of trouble. True strength comes from internal unity. Without it, you are as vulnerable as soft mud. The fall of the Hiranyakashipu's lineage. The story of the Asura Kolika and Prahlad serves as a powerful example of the raw clay of inner grudges. While Hiranyakashipu was a mighty king who could not be killed by man or beast, his household was structurally weak because of the inner grudge he held against his own son's devotion. The hidden flaw. Hiranyakashipu's sister Kolika possessed a boon, a shawl that made her immune to fire. The moment of carelessness. Trusting in this external armor, she sat in a pyre with Prahlad to destroy him. The collapse. Because her intent was malicious and directed at her own kin, the inner grudge, the unbaked nature of her protection was revealed. The shawl flew from her and covered Prahlad instead. Just as verse 883 warns, Kolika's external power could not save her because the internal foundation of her family was cut by her own ill will. She perished in the very fire she thought he could control, proving that internal enmity makes even the strongest defense as soft as wet mud. Thank you. അടുത്ത കുറൾ 884. മനം മാണാ ഉட்பகை തോണ്ടിൻ, ഇനം മാണാ ഏതം പലവും തരും. ഇതും ഒരു രാജാവിന് കൂടെ നിൽക്കുന്ന ആൾക്കാര് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു പ്രാവശ്യം നമ്മളോട് പിണങ്ങിപ്പോകുന്ന ഒരാളെ തിരിച്ചു വരുമ്പോൾ അവരെ നമ്മൾ ഏറ്റാലും എങ്ങനെ ആയിരിക്കണം, അവരുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ആ പക ഉണ്ടാവും. അത് കണ്ടുവേണം നമ്മൾ അവരുമായിട്ട് ഇടപഴകാൻ. അല്ല എങ്കിൽ ആ രാജാവിനെ തോൽവി മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം അതിലും പറയാണ് മനം മാണ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ആ വെഞ്ചൻസും പകയും വച്ചു പുലർത്തുന്ന ഒരാളിനെ ഉட்பகை തൊണ്ടിൻ, അങ്ങനെയുള്ള ഒരു ആള് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ ഇനം മാണ ഏതം പലവും തരും. ഇനം മാണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജാവിന് കൂടെയുള്ള മറ്റ് ബന്ധുക്കളെയും അതുപോലുള്ള മിത്രങ്ങളെയും അകറ്റും. കാരണം ഈ ഒരാള് മതി അകറ്റാൻ.
ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. തമിഴ് കാപ്യം എന്ന് പറയും. അതിലെ സിലപ്പതികാരം പോലെ ഒരു കാപ്യമാണ് ജീവക സിന്താമണി. അതില് ജീവകൻ എന്ന ഒരു രാജാവ് അല്ല അദ്ദേഹത്തിന്റെ ജീവകന്റെ അച്ഛൻ ചച്ചന്തൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന അവരുടെ തന്നെ റിലേറ്റീവായ ഒരാളുണ്ട്. എപ്പോഴും ഈ ചച്ചന്തനുമായി കൂടെ നടക്കുന്നതും ചച്ചന്തന്റെ എല്ലാ കാര്യങ്ങളും, രാജാവ് ആയതുകൊണ്ട് ബന്ധുവാണ്, കൂടെ തന്നെ ഇരിക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ എങ്ങനെയെങ്കിലും ചച്ചന്തനെ വീഴ്ത്തണം എന്നതായിരുന്നു. പലപ്പോഴായി അവിടെയുള്ള പണിക്കാർ വന്ന് ചച്ചന്തനോട് പറയും, ഇത് ശരിയല്ല, ഇദ്ദേഹം അത്ര ശരിയല്ല. എന്നാൽ ചച്ചന്തൻ അതിനെ ചെവിക്കൊണ്ടില്ല. കാരണം അദ്ദേഹം അത്രത്തോളം വിശ്വാസം ആ ബന്ധുവിനോട് വെച്ചിരുന്നു. എന്നാൽ അയാൾ എന്ത് ചെയ്തു? കുറെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഭാര്യ നിറമാസ ഗർഭിണിയാണ്. അപ്പോ ഇയാൾക്ക് എന്തോ മനസ്സിൽ തോന്നിയിട്ട് ഒരു പുഷ്പക വിമാനം ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ഒരു ടൈം ആയപ്പോഴേക്കും പെട്ടെന്ന് അവിടെയുള്ള ജോലിക്കാര് പോലും ഇയാൾക്ക് എതിരായി മാറി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? തന്റെ ഭാര്യയെ ഈ പുഷ്പ വിമാനത്തിൽ കയറ്റി, ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് കയറ്റിവിട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിനെ അവിടെ ഉണ്ടായിരുന്ന ഇവരോട് വന്ന് പറഞ്ഞ ആൾക്കാർ പോലും തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഈ ഖുറൽ പറയുന്നതും അതാണ്. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ മതി നമ്മുടെ കൂടെയുള്ള ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം അകറ്റി നിർത്തും. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പകയുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തണം. അല്ല എങ്കിൽ നമ്മുടെ ഇനം മാണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ മിത്രങ്ങൾ ആരും തന്നെ നമ്മുടെ കൂടെ അടുക്കാത്ത ഒരു അവസ്ഥ വരും. മാത്രമല്ല ഏതം ഫലവും തരും. ഏതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദോഷങ്ങളും തരും എന്നതാണ് ഈ ഖുറലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഖുറൽ 884. മനം മാണ ഉட்பகை തോന്റിൻ ഇനം മാണ ഏതും ബലവും തരും. ഉட்பகைയറിടും ശത്രുക്കൾ വർദ്ധിക്കില്ലായവർ ചുറ്റവും ദ്രോഹങ്ങൾ ചെയ്തിടും. ചിത്തത്തിൽ ഉൾപ്പക ഏൽക്കിലുണ്ടാം ബന്ധുവൃത്തങ്ങൾ അകലുന്ന ദോഷം എന്ന് വെച്ചാല് ഗൂഢശത്രുക്കൾ അധികമായാൽ അവരുടെ പ്രേരണയാൽ അടുത്തുള്ള മറ്റു പലരും ദ്രോഹിക്കാൻ തുടങ്ങും. നമ്മുടെ കൂടെ താമസിക്കുന്നവർ ശത്രുക്കളാണെന്ന് വരികിൽ അവർ നമ്മെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. ഒരാളിന്റെ മാറാത്ത ഉൾപ്പക ഉണ്ടായാൽ അയാളിലെ വംശം വളരാത്ത രീതിയിൽ നാശങ്ങളും ദ്രോഹങ്ങളും പലതും അത് വരുത്തി വയ്ക്കും. അതുപോലെ ഒരിക്കൽ നമുക്കൊരു ശത്രുവായിരുന്നു, രണ്ടാമത് പകവച്ച് രണ്ടാമത് അടുക്കാൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പഴയ ആൾക്കാർ പറയും പഴയ ശത്രു പുതിയ ബന്ധു ആകില്ല എന്ന്. അത് നാം സൂക്ഷിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരുടെ പക ഉള്ളിൽ ഉണ്ടായിരിക്കും. അവരെ അങ്ങ് അന്ധമായി വിശ്വസിക്കരുത്. ഒരാളിന്റെ മാറാത്ത ഉൾപ്പക അതാണ് ഉണ്ടായാൽ അയാളിലെ വംശം വളരാത്ത രീതിയിൽ തന്നെ നാശങ്ങൾ ഉണ്ടാക്കിയേക്കും. അത് അത്രയ്ക്കധികം നാശം വരുത്തി വെക്കും. രാജാവ് ഉൾപ്പക മനസ്സിൽ മറച്ചു വെച്ച് സമ്പർക്കം പുലർത്തുന്നത് അധർമ്മവുമാണ്. അത് രാജാവിന്റെ കാര്യത്തിൽ പറയുന്നതാണ്. ശത്രുക്കളുടെ മുന്നിൽ രാജാവിന്റെ കപട സൗഹൃദം അയാൾക്കും കുടുംബ പരമ്പരയ്ക്കും വിനാശം ഉണ്ടാക്കും. സ്നേഹിതന്മാർ, നമ്മുടെ സ്നേഹിതന്മാർ ഗൂഢമായി പെരുമാറുകയാണെങ്കിൽ അത് രാജാവിന്റെ മരണത്തിന് വരെ ഇടയാക്കും. ബന്ധുക്കൾ, മിത്രങ്ങൾ, സേവകർ ഇവരൊക്കെ നമ്മെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു ഗൂഢശത്രു എന്നാണ് അതിനെ പറയുന്നത്, ഉണ്ടായാലും എന്ത് ചെയ്യും? ജീവിക്കാൻ തന്നെ നമുക്ക് വളരെ വിഷമിക്കേണ്ടി വരും. രാജ്യത്തെന്നതുപോലെ തന്നെ കുടുംബത്തിൽ. ഒരു രാജ്യത്തിലാണെങ്കിൽ രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. രാജ്യത്തെന്ന പോലെ കുടുംബത്തിലും ഗൂഢശത്രു വർദ്ധിച്ചാൽ ജീവിക്കാൻ തന്നെ വളരെ പ്രയാസകരമായി തീരും. ബന്ധുക്കൾ ശത്രുക്കളായാലും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂടെ താമസിക്കുന്നവർ ശത്രുക്കളായി കൂടാന്നില്ല, നമുക്കറിയാൻ പറ്റുകയില്ല. അവരെ മനസ്സിലാക്കണം.
അത്രയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിലും ശ്രദ്ധയുണ്ടെങ്കിലും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലല്ലെങ്കിൽ പിന്നെ ഒരിക്കലും മനസ്സിലാകും, എപ്പോഴെങ്കിലും മനസ്സിലാകാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശത്രുക്കളായാൽ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. ഒരാൾ ശത്രുതയായിരുന്നാൽ മതി. ഒരിക്കലും തന്നെ ഗൂഢശത്രുവിനെ നെഞ്ചതിൽ വിഷം നിറച്ചു പഞ്ചസാര വാക്കുരച്ച് വഞ്ചനകൾ ചെയ്യൂ, അത് ചെയ്യൂ, തെറ്റുന്നൊരു പാട്ടുണ്ട്, അതാണ് ഞാൻ. ഗൂഢശത്രുവിനെ ഒരിക്കലും നാം കണ്ണടച്ച് വിശ്വസിക്കാൻ ആവില്ല. ഏത് സമയവും തർക്കം പാർത്തിരിക്കും അവര് ചതിക്കാനായിട്ട്. അതിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടണം എന്നാണ് ഈ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. താങ്ക് യു. Quran 884. മനം മാണ ഉட்പകൈ തോന്റിൻ ഇനം മാണ ഏതം ഫലവും തരും. If persistent grudge lingers in mind, it will affect progeny. This Quran warns that secret internal enmity, hostility from within one's own circle causes ruinous and profound misery, destroying prosperity far more effectively than open enemies. It emphasizes that treacherous insiders bring insurmountable manifold ruin. The danger. This form of enmity is worse than external conflict because it is unexpected and acts from close quarters, causing deep affliction. Key takeaway: internal conflict is far more destructive than external hostility. Manam mana utpagai തോന്റിൻ ഇനം മാണ ഏതം ഫലവും തരും. താങ്ക് യു. ഓവർ. 885. ഉറൽ മുറയാൻ ഉட்பகை തോന്റിൻ ഇറൽ മുറയാൻ ഏതം ഫലവും തരും. ഇതും ഒരു രാജാവിന് വേണ്ടി പറയുന്നത് പോലെയാണ്, എന്നാൽ എല്ലാവർക്കും യോജിക്കുന്നതാണ്. ഉറൽ മുറയാൻ ഉட்பகை തോന്റിൻ എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മിത്രങ്ങളാവാം, ഏതെങ്കിലും ഒരു ബന്ധം പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കൂടെ വന്ന് കൂടുന്നത്. അങ്ങനെയുള്ള ആൾക്കാര് പക്ഷേ അവരുടെ ഉള്ളിൽ വേറെന്തെങ്കിലും സാധിക്കണം എന്ന ഒരു ഉദ്ദേശം കാണാം. അത് മനസ്സിലാക്കണം. കാരണം അവർ പുറമേ നമ്മളുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന ഒരു കാര്യത്തിൽ നമ്മുടെ യോജിച്ചു വരും. പക്ഷെ നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ പോരാ. അവരെ ഉള്ളിൽ എങ്ങനെയാണ്, പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടിമയെ പോലെ ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വന്ന് നമ്മളുമായിട്ട് ഇണങ്ങുന്നത്? ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്കറിയാം, ചില സമയത്ത് നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കിട്ടുമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും. എന്നാൽ എപ്പോഴാണോ നമുക്കൊരു വീഴ്ച പറ്റുന്നത് ആ സമയം ഇവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ സമയമാകുമ്പോഴേക്കും അവർ നമ്മെ വിട്ടു പോകും. പിന്നെ വീണ്ടും നമുക്കൊരു ഉയർച്ച വരികയാണെങ്കിൽ വീണ്ടും വരും. കാരണം അവരൊക്കെ എന്തിനാണ് കൂടെ നിൽക്കുന്നത്? നമ്മളിൽ നിന്നും എന്തെങ്കിലും നേടാനാണ്. അപ്പൊ അതുപോലെ രാജാവിൽ നിന്നും രാജാവിനെ ചതിക്കാൻ വേണ്ടി മാത്രമായി കൂടെ നിൽക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം. കാരണം അവരെ ഉള്ളിൽ എന്തായിരിക്കും, അവരുടെ മനസ്സ് മുഴുവനും ഈ രാജാവിനെ തകർക്കണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളിനെ തകർക്കണം എന്ന ചിന്തയും പുറമേ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ അടുത്ത് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇത് യഥാർത്ഥ സ്നേഹമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചില്ല എങ്കിൽ നമുക്ക് വളരെ ദോഷം ചെയ്യും. അത് തന്നെയാണ് ഈ രാജാവിനും. അത് ഇറൽ മുറയാൻ ഏതം ഫലവും തരും. ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ അത് രാജാവിന് മരണം വരെ ഏർപ്പെടുത്തുന്ന, അതായത് അയാൾക്ക് മരണമുണ്ടാവാം. കാരണം ഈ ഒരാൾ കാരണം കൂടെ നിൽക്കുന്ന മറ്റുള്ളവരെയും കൂടി തിരിച്ച്
കൂടെ ഏറ്റവും രാജാവിന് എപ്പോഴും ഒരു സഹായിയായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മന്ത്രി. ആ മന്ത്രിയെ വരെ മാറ്റിക്കളയും ഈ വ്യക്തി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ അടുത്തു നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. കുറൾ 885. ഉറൽ മുറയ്യാൻ ഉட்பகை തോന്റിൻ ഇറൽ മുറയ്യാൻ ഏതം പലവും തരും. ബന്ധുഭാവം നടിച്ചുൾപ്പക വളർത്തുകിൽ ഉണ്ടു മൃതിഹേതുകം ദോഷം. അതിബൃഹത്തും മഹത്തും വിശാലവുമായ സംസ്കാരങ്ങൾക്കുടമകളായിരുന്നു ദ്രാവിഡർ എന്നതിന് കനത്ത തെളിവാണ് ഉപനിഷത്തുക്കളോട് കിടപിടിക്കുന്ന താത്വിക ചിന്തകളടങ്ങിയ തിരുക്കുറൾ. സംഘകാല രചനയായിരുന്ന തിരുക്കുറൾ ഒരു കാലവും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതും കഴിയാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്ങനെ ഇരിക്കണം, എങ്ങനെ ജീവിക്കണം, സുഖദുഃഖങ്ങൾ നിറഞ്ഞ ഗൃഹസ്ഥാശ്രമ ഘട്ടങ്ങളെ എങ്ങനെ സമീപിക്കണം തുടങ്ങി ഒരു ജീവിതകാലം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1330 കുറളുകളിലൂടെ ഒരു മഹത് ജന്മം നമുക്ക് വഴികാട്ടിയായി ജ്ഞാനത്തിന്റെ പ്രകാശമേന്തി മുന്നേ നടക്കുന്നു. അവ പിന്തുടർന്നാൽ നമുക്കെന്നും പ്രകാശമുള്ള പാതയിലൂടെ നമ്മുടെ ജീവിതം നയിക്കാം. അതോടൊപ്പം തന്നെ പുറകിലുള്ളവർക്ക് വഴികാട്ടിയാകാനും നമുക്ക് കഴിയും. ഈ അർത്ഥസാഗരമായ ഈ കുറളിലെ 885 കുറൾ നമുക്ക് നോക്കാം. പലപ്പോഴും രാജാവ് തന്റെ ചുറ്റിനും ഉള്ളവരെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് വഴി അവരാണെങ്കിലോ ബന്ധുക്കളെ പോലെ ഭാവിക്കുകയും അതേസമയം ഉള്ളിൽ പക വളർത്തുകയും ചെയ്യും. അങ്ങനെയുള്ള നൃപന് ആ പക തന്നെ മരണഹേതുകമായ ദോഷമായി പരിണമിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ധീരമായും സത്യസന്ധമായും കാര്യങ്ങൾ നടപ്പിലാക്കാനാവാത്ത അവസ്ഥയിൽ മറ്റുള്ളവർ രാജാവിനെ വഞ്ചകനായി കാണുകയും വീഴ്ത്തുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും എന്നാണ് ഈ കുറൾ പറയുന്നത്. ബന്ധുക്കൾ മുഖേന ഉൾപ്പകയുണ്ടായാൽ അത് മരണം സംഭവിക്കും വിധം ദോഷങ്ങൾ ഉണ്ടാക്കും എന്ന് സാരം. ബന്ധുഭാവം നടിച്ചുൾപ്പക വളർത്തുകിൽ ഉണ്ടു മൃതിഹേതുകം ദോഷം. ഓക്കെ സർ. കുറൾ 885. ഉറയിൽ മുറയ്യാൻ ഉட்பகை തോന്റിൻ ഇറൽ മുറയ്യാൻ ഏതം ഫലവും തരും. If inner grudge emerge through relatives, it creates dangers causing death. This Quran discusses the dangers of having enemies within one's own circle, such as treacherous friends or treacherous ministers. The friendship of those who feel affection is an anvil on which to hammer you when the opportunity arises. Key message: beware of a friend who smiles to your face but secretly harbors hatred, as they are waiting to destroy you when the time is right. This Quran warns that a fake friend's love is a heavy weight that, when it falls, breaks one's spirit. ഉറയിൽ മുറയ്യാൻ ഉட்பகை തോന്റിൻ
ഇറൽ മുറയ്യാൻ ഏതം ഫലവും തരും. താങ്ക് യു. ഓവർ. 886 കുറളാണ്. ഒൻറാമൈ ഒൻറിയാർ കൺപടി എഞ്ഞാണ്ടും ഒൻറാമൈ ഒണ്ടൽ അരുത്. രാജാവിന് കൂടെ നിൽക്കുന്നവര്, അതായത് ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആണ് ഇങ്ങനെ ഉള്ള ഈ അകത്ത് വെഞ്ചൻസ് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഒരിക്കലും രാജാവിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവര് ഏറ്റവും അടുത്തുള്ളവരായതുകൊണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ബന്ധുക്കളെ ശത്രുക്കളായി കാണണം എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അത് തന്നെയാണ് ശരിയും കൂടി. എന്നാൽ അത് ഈ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെഞ്ചൻസ് ഉണ്ട് അല്ലെങ്കിൽ ശത്രുത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പം കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആ രാജാവിന് വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിൽ നിന്നും രാജാവിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. ഒൻറാമൈ ഒൻറിയാർ കൺപടി, അതായത് ഒരിക്കലും ഒരു ഈ ഇങ്ങനെയുള്ള ഒരു എന്താണ് ശത്രുതാ മനോഭാവം ഉണ്ട് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആള്, നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. അയ്യോ, ഇദ്ദേഹമാണോ ഇങ്ങനെ ചെയ്തത് എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത് നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ. കാരണം അത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ വിശ്വസിക്കാത്ത ആളായിരിക്കും അത് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരാള് കൂടെ ഉണ്ട് എങ്കിൽ പൊൻരാമൈ എഞ്ഞാണ്ടും പൊൻരാമൈ ഒണ്ടലരുത്. ഒരു ദിവസം പോലും, അതായത് ആ രാജാവിന് എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം, അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കാം, തോൽവി സംഭവിക്കാം. കാരണം ഇങ്ങനെ ഒരാളാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെയുള്ള ആളിനെ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കില്ലല്ലോ. അപ്പോൾ അതിനെ തടുക്കാനുള്ള മാർഗങ്ങളൊന്നും തന്നെ അയാൾ ചിന്തിച്ചു കാണില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം, എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് ഒരിക്കലും മരണം എന്നുള്ളത് അദ്ദേഹത്തിന് അത് തള്ളിക്കളയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അതാണ് ഒൻറാമൈ ഒൻറിയാർ കൺപടി. അതായത് കൂടെയുള്ള ആൾക്കാര് മനസ്സിന്റെ ഉള്ളിൽ പക വെച്ചുകൊണ്ട് ശത്രുത മനോഭാവത്തോടുകൂടി പുറമെ അഭിനയിക്കുകയും ചെയ്യുന്ന ആൾക്കാര് കൂടെ ഉണ്ടെങ്കിൽ, അത് വളരെ അടുത്ത സുഹൃത്തോ ബന്ധങ്ങളോ ആണെങ്കിൽ എഞ്ഞാണ്ടും എപ്പോഴും പൊൻറാമൈ ഒണ്ടൽ അരുത്. രാജാവിന് ഏത് സമയം വേണമെങ്കിലും മരണം സംഭവിക്കാം, അത് തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ളവരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഒരിക്കൽ നമ്മളുമായി പിണങ്ങിപ്പോകുന്ന ആൾക്കാർ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 886. പൊൻരാമൈ ഒൻറിയാർ കട്പടിൻ എഞ്ഞാൻറ്റും പൊൻരാമൈ ഒണ്ടൽ അരുതു. ഉറ്റ ബന്ധുക്കളിൽ ഉൾപ്പകയുണ്ടാകിൽ എത്താതിരിക്കില്ല മരണം. അടുത്തു നിൽക്കുന്നവരിൽ ഉള്ളിലുള്ള വൈരം അല്ലെങ്കിൽ പക ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസകരമാണ്. എന്നുവെച്ചാൽ നമ്മുടെ അടുത്തുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, ഇവരിൽ ആരെങ്കിലും മനസ്സിൽ ഉൾപ്പക വച്ചാൽ അത് പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടമാണ്. കാരണം അവർക്ക് നമ്മെ നന്നായി അറിയാമെന്നുള്ളതാണ്. അതിനാൽ അവരുടെ ദോഷം നമ്മെ കൂടുതൽ ബാധിക്കും. മഹാഭാരതത്തിൽ കൗരവരിൽ പ്രധാനിയായ ദുര്യോധനൻ പാണ്ഡവരോട് ഉള്ളിൽ അസൂയയും വൈരവും വെച്ചു പുലർത്തി. പുറമെ ബന്ധുക്കളായിരുന്നിട്ടും ഉള്ളിൽ വളരെ ശക്തമായ വൈരം, ശത്രുത, പക ഇവ വച്ചു പുലർത്തിയതിന്റെ ഫലമായി മഹാഭാരത യുദ്ധമുണ്ടായി. ഏറ്റവും അടുപ്പമുള്ളവരുടെ ഉള്ളിലുള്ള പക വലിയ നാശം വരുത്തുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രതയും ബന്ധങ്ങളിൽ സത്യസന്ധതയും അത്യാവശ്യമാണെന്ന് ഈ കുറൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുറൾ 886. പൊൻരാമൈ ഒൻറിയാർ കട്പടിൻ എഞ്ഞാൻറ്റും പൊൻരാമൈ ഒണ്ടൽ അരുതു. ഉറ്റ ബന്ധുക്കളിൽ ഉൾപ്പകയുണ്ടാകിൽ എത്താതിരിക്കില്ല മരണം. താങ്ക് യു. Scroll 886. If internal grudge comes to very nearest, escaping away from that is impossible. Scroll 887.
887 കുറൾ. ചെപ്പിൻ പുണർച്ചി പോൽ കൂടിനും കൂടാതെ ഉட்പകൈ ഉറ്റ കുടി. അതായത് ഇതിന് മുന്നേയുള്ള 86 പാട്ട് വരെ ഈ കൂടെയുള്ള നമ്മുടെ ശത്രുതാ മനോഭാവത്തോടു കൂടി അഭിനയിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ദോഷം ചെയ്യും, അത് രാജാവിനായാലും സാധാരണ മനുഷ്യർക്കായാലും എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു. അടുത്തത് പറയാണ്, നമ്മൾ ഇവരെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഇവരിങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ചേർക്കരുത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഏതുപോലെ എന്ന് പറയുന്നു. ചെപ്പിൻ പുണർച്ചി പോൽ. ചെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണിയില്ലേ, ഭരണിയുടെ അടപ്പ്, അത് അടപ്പും ആ ഭരണിയും ചേർന്നിരിക്കും. എന്നാൽ നമുക്ക് കാണുമ്പോൾ അത് ചേർന്നതുപോലെ ഇരിക്കും, പക്ഷേ ആ അടപ്പ് സെപ്പറേറ്റ് ആണ്. അത് നമുക്ക് അടപ്പ് സെപ്പറേറ്റ് എടുക്കാം, ഭരണി സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതുപോലെയാണ് അതെങ്ങനെയാണോ ചേർന്നിരിക്കുന്നത്, എന്നാൽ അത് ചേർന്നല്ല, രണ്ടും രണ്ടാണല്ലോ. അതുപോലെയാണ് കൂടിനും കൂടാതെ ഉட்പകை ഉറ്റ കുടി. അതായത് ഈ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കെതിരെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മളിൽ നിന്നും പിണങ്ങിപ്പോയ ആളാണ്, തിരിച്ചു വരുമ്പോൾ നമ്മൾ അവരെ ചേർക്കുകയാണെങ്കിൽ അത് ഏതുപോലെ ഇരിക്കും? ഈ ഭരണി പോലെ, ഭരണിയും അതിൻ്റെ അടപ്പും എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. കാരണം അവരെ ചേർക്കരുത്, കാരണം അത് ഒരിക്കലും ചേർന്ന് പോവില്ല. ഇപ്പൊ നമ്മൾ കുടുംബങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്ന് ചിലപ്പോൾ ചേച്ചിയും അനിയത്തിയും ആയിരിക്കാം, അല്ലെങ്കിൽ ചേട്ടനും അനിയനും, അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയും പ്രശ്നങ്ങൾ വന്ന് അവർ തമ്മിൽ കുറച്ചു കാലം പിണങ്ങി നിൽക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ പറയും, ആ ഒരു ഇണങ്ങുന്ന ആ സന്ദർഭം ഒരിക്കലും പഴയതുപോലെ ആവാൻ പറ്റില്ല. ഈ പൊട്ടിയ കുപ്പി ഗ്ലാസിനെ എടുത്ത് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ? അത് ചേർത്ത് നമ്മൾ എത്ര തന്നെ ഒട്ടിച്ചു വെച്ചാലും ആ ഒട്ടിപ്പ് നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് ഈ ബന്ധങ്ങളിലും. ഒരിക്കൽ പിണങ്ങിപ്പോയാൽ തിരിച്ചവരെ നമ്മൾ ഒരിക്കലും ചേർത്താലും സൂക്ഷിക്കണം. കാരണം അവര് നമ്മുടെ കൂടെ ഇണങ്ങി പോകുന്നത് പോലെ അഭിനയിച്ച് നമുക്കിട്ട് എന്തെങ്കിലും പാര പണിതിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഇതുപോലെ ഈ ഭരണിയും ഭരണിയുടെ അടപ്പും പോലെ ഒന്നുപോലെ ഇരിക്കുന്നത് പോലെ തോന്നാം, എന്നാൽ അങ്ങനെയല്ല. അത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം ഉള്ളത് കൊണ്ട് ആ രാജാവിന്റെ കുടി തന്നെ നശിച്ചു പോവും. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 887. ചെപ്പിൻ പുണർച്ചിപ്പോർ കൂടിനും കൂടാതെ ഉட்പകை ഉറ്റ കുടി. ചെപ്പും അടപ്പുമ്പോൾ ചേരിലും ചേരുവിൽ ഉൾപ്പകയുറ്റതാം വംശം. 11 കണക്ക് ഗ്രന്ഥങ്ങളില് 12 സാരോപദേശ കൃതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുക്കുറൾ. ഈ അധികാരത്തില് ഉൾപ്പക എന്ന വിഷയത്തെക്കുറിച്ച് 10 കുറളുകളിലൂടെയാണ് അദ്ദേഹം നമുക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും കാട്ടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും ഈ ഗ്രന്ഥത്തെ പിന്നെ കയ്യിലേറ്റുന്നതും എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നതും അതിനാലാണെന്ന് നമുക്ക് കാണാം. അതുപോലെ പിന്തുടർന്ന് വന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും തിരുക്കുറളിനെ കുറിച്ച്, അതിൻ്റെ ആശയങ്ങളെ കുറിച്ചും തത്വങ്ങളെയും ഉയർത്തിക്കാട്ടുന്ന സ്ഥിതിയും കാണാൻ കഴിയും. ഇവിടെ ഈ കുറൾ 887 പറയുന്നത്, ചെപ്പും അടപ്പുമ്പോൾ ചേരിലും ചേരുകിൽ ഉൾപ്പകയുറ്റതാം വംശം. ഒരു ചെപ്പിന്റെ അടപ്പ്, നമ്മൾ അടപ്പെന്ന് പറയും, അത് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും അപ്പൊ ഒരിക്കലും ഒന്നായി ഇരിക്കുന്നില്ല, രണ്ടും വെവ്വേറെ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുപോലെയാണ് ഉൾപ്പകയുള്ള വംശങ്ങളില് അല്ലെങ്കിൽ കുടുംബങ്ങളില് അത് എത്ര തന്നെ അവര് വളരെ മിത്രതയോടുകൂടി പിന്നെ സഹവർത്തിക്കുമെങ്കിലും അവരുടെ ഉള്ളിലുള്ള പക അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു കുലത്തില് പിന്നെ മറ്റൊരു കുലത്തിനോട് ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അത് ജീവിതകാലം മൊത്തം തുടരും എന്നാണ് ഈ കുറളിലൂടെ പറയുന്നത്.
ചെപ്പും അതിന്റെ അടപ്പും പോലെ പുറമേ തമ്മിൽ ഇണങ്ങിയിട്ടുള്ളതായി തോന്നുമെങ്കിലും ഉൾപ്പകയുള്ള കുലങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നാകില്ല എന്നും മനസ്സുകൊണ്ട് ഓരോരുത്തരും വെവ്വേറെയാകുന്നു എന്നും കുറൾ 887 തിരുവള്ളുവർ പറഞ്ഞു തരുന്നു. കുറൾ 887 ചെപ്പും അടപ്പുമ്പോൾ ചേരിലും ചേരികിൽ ഉൾപ്പകയുറ്റതാം വംശം. ഓക്കെ സർ, ഓവർ. Kurul 887. Though like pan and stove looking combined, outside the members of the family with the great inside will never join. കുറൾ 888. ആരം പൊരുത പൊൻപോലെ തേയും ഉരമ്പൊരുത് ഉപ്പകൈ ഉറ്റകുടി. ഇനി ഇങ്ങനെ മനസ്സിനുള്ളിൽ ശത്രുത മനോഭാവത്തോടുകൂടി ഉള്ള ഒരു ബന്ധുക്കളെയോ മിത്രങ്ങളെയോ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ആ കുടി അല്ലെങ്കിൽ ആ രാജ്യം എങ്ങനെ നശിച്ചു പോകും? അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. അരം പൊരുത പൊൻപോലെ തേയും. അതായത് ഇരുമ്പിനെ അരം വെച്ചിട്ടാണല്ലോ അറക്കുന്നത്. ആ അരം അങ്ങനെ അരം വെച്ച് തേക്കും തോറും ആ ഇരുമ്പിന്റെ ഫലം കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ തേയും ഉരം പൊരുത് ഉட்பகை ഉറ്റകുടി. ഈ കൂടെ നിൽക്കുന്നവരെ ശത്രുതാ മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ആ ബന്ധങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ രാജ്യം നശിച്ചു പോകും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഈ ഇരുമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ബലമുള്ള ഒരു മെറ്റലാണ്. അതിനെ എങ്ങനെയാണോ അതിന്റെ ബലം കുറഞ്ഞു പോകുന്നത് അതുപോലെ ആയിരിക്കും ഈ രാജാവിന്റെ ബലം കുറയുകയും ചെയ്യും, ആ രാജ്യം നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 888. അരമ്പൊരുത പൊൻപോൽ തേയും ഉരമ്പൊരുത ഉட்பகை ഉറ്റകുടി. ഉൾപ്പക കൂടിടും സ്ഥാനമേ തേഞ്ഞിടും മരം കൊണ്ടു ഹേമത്തരായി കുറയ്ക്കുമ്പോൾ. നിഗൂഢമായ ശത്രുതയുള്ളവരുടെ സ്നേഹം സ്വർണത്തെ അല്ലെങ്കിൽ ഇരുമ്പിനെ അരം കൊണ്ട് രാഗി കുറയ്ക്കുന്നത് പോലെ ക്രമേണ തേഞ്ഞു മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇരുമ്പ് അരം കൊണ്ട് രാഗി കുറയുന്നത് പോലെയാണ് നിഗൂഢമായ ശത്രുതയുള്ളവരുടെ സ്നേഹം എന്നത്. നിത്യവും കലഹമുള്ള കുടുംബം എപ്പോഴും വഴക്കുണ്ടാകും. ഈ കുടുംബത്തിൽ തന്നെയുള്ളവർ ചേർച്ചയില്ലാതിരുന്നാൽ കലഹം ഉണ്ടാകും. അങ്ങനെയുള്ള കുടുംബം നശിക്കും. അവിടെ സമ്പത്തുണ്ടാവുകയില്ല, സന്തോഷം ഉണ്ടാവുകയില്ല. അന്തഛിദ്രം എന്ന പകയാൽ കുടുംബത്തിന്റെ ശാന്തിയും സമാധാനവും നഷ്ടമായി നശിക്കും എന്നാണ് പറയുന്നത്. അല്പം ഉൾപ്പക ഉണ്ടായാലും അത് ദോഷത്തിന് കാരണമായി. ഉൾപ്പക അല്പം തന്നെ മതി, നഞ്ചന്തിന് നാനാഴി എന്ന് പറയുമ്പോൾ അത് നാശത്തിന് കാരണമായി തീരും. ഈക്കനൽ വൈക്കോൽ കൂട്ടിൽ വീണാൽ ആകെ നശിച്ചു പോകും. എന്തെങ്കിലും മിച്ചം വരും, കുറച്ച് ചാമ്പല് കിട്ടും. അതുപോലെയാണ് ഉൾപ്പക ഉള്ള ഒരു വീട്ടിൽ പരസ്പര ശത്രുക്കളായി തീർന്നാലോ കുടുംബത്തിന് എന്തെങ്കിലും സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും കുടുംബത്തിൽ കഷ്ടവും നഷ്ടവും ഒക്കെ സമാധാനമില്ലായ്മയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ രാജ്യത്തെ, കുടുംബത്തിലാണെങ്കിൽ കുടുംബം, രാജ്യത്തെ ആണെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കാൻ അത് ധാരാളം മതി. അതുകൊണ്ട് ഉൾപ്പക നാം വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം. Kurul 888. Higher families will diminish and fade out like gold grinded with blade due to inner feud. Kurul 889. குறள் 889. எட்பகவு அன்ன சிறுமைத்தே ஆயினும் ഉட்പകை ഉള്ളതാം കേട്. ചില സമയത്ത് നമുക്ക് ഈ രാജാവ് മാത്രമല്ല നമുക്കെല്ലാവർക്കും തന്നെ തോന്നാറുണ്ട്, ചെറിയ ഒരു ശത്രുത ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെയൊന്നും അല്ല. ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കും പറയുന്നത്, നീ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം നേരത്തെ തന്നെ നീയുമായിട്ടൊന്ന് പിണങ്ങിയതാണ്, ഒന്ന് സൂക്ഷിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുപോലെ കാണരുത്.
എട്ടകവ് അന്ന ചിറുമൈത്തെ. എള്ളില്ലേ, ചെറിയ ഒരു ധാന്യത്തിൽപ്പെട്ടതാണല്ലോ എള്ള്. ആ എള്ള് വളരെ ചെറുതാണ്. അതിൻ്റെ അത്രേ ഉള്ളൂ ഈ ഇവരുടെ പക അല്ലെങ്കിൽ ഇവരുടെ ശത്രുത എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഉட்பகை ഉള്ളതാം കേട്. എന്നാൽ അതിനേക്കാളും വളരെ വലുതായിരിക്കും അവര് കാരണം നമുക്കുണ്ടാവുന്ന ദോഷം. കാരണം ആ, ഈ ഉட்பക വെച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ ഉള്ളിൽ എപ്പോഴും ശത്രുത വെച്ച് നടക്കുന്നവർ എന്തും പ്രവർത്തിക്കാൻ മടിക്കില്ല. കാരണം അവർ അഭിനയിക്കുകയാണല്ലോ. അവർക്ക് യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹമോ അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകണം എന്നുള്ള താല്പര്യമോ ഇല്ലാത്തവരാണ്. അപ്പൊ അവരെന്തിനാണ്, നമുക്ക് എന്തും ചെയ്യാൻ മടിക്കില്ല. സാധാരണഗതിയിൽ നമുക്ക് രാജാവിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൂറ്റ സുഹൃത്തിനോടോ നമ്മൾ എന്തെങ്കിലും ദോഷം ചെയ്യണമെങ്കിൽ ഒന്നും മടിക്കും. പക്ഷെ എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ അവർക്ക് നമ്മളൊരു ദോഷവും ചെയ്യാൻ നമുക്ക് തോന്നില്ല യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ. എന്നാൽ ഈ ഉള്ളിൽ ശത്രുത മനോഭാവം വെച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തും ചെയ്യും. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാര് അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പോ അങ്ങനെയുള്ളവരെ കൂടി മാറ്റാൻ കഴിവുള്ളവരായിരിക്കും ഈ മനസ്സിനുള്ളിൽ ശത്രുത വെച്ചുകൊണ്ട് നടക്കുന്നവർ. അതുകൊണ്ടാണ് ഒരു എള്ളിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ അല്ലെങ്കിൽ അത്രയേ ഒരു പക അല്ലെങ്കിൽ ശത്രുതയുള്ളൂ എന്ന് ചിന്തിച്ച് തള്ളിക്കളയരുത്. അത്ര ചെറുതായാലും ഉட்பகைയുള്ളതാം കേട്. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ശത്രുത വെച്ചുകൊണ്ട് നടക്കുന്നവര് വലിയ ദോഷം ചെയ്യും. ഒരിക്കലും അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത് എന്നതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൽ 889. എട്പക വന്ന ചിറുമൈത്തേ ആയിനും ഉൾപ്പകൈ ഉള്ളതാം കേടു. എള്ളിൻ തരിപോൽ ചെറുതാകാം, ഉൾപ്പകയ്ക്കുള്ളിൽ താനുണ്ടല്ലോ കേടു. എള്ളിന്റെ പകുതിയോളം ചെറുതായാലും മനസ്സിന്റെ ഉള്ളിലുള്ള വൈരം അല്ലെങ്കിൽ ഉൾപ്പക ഒരു കുടുംബത്തെ പോലും തകർക്കാൻ മതിയാകും. എന്ന് വെച്ചാൽ മഹത്വത്തെയും മറ്റ് സദ്ഗുണങ്ങളെയും എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ എള്ളിന്റെ നുറുങ്ങുപോലെ പരമ നിസ്സാരമായ ഉൾപ്പകയേ ഉള്ളൂ എന്നിരുന്നാലും അത് ഉണ്ടാക്കി വയ്ക്കുന്ന ദോഷങ്ങൾ ചെറുതല്ല. പകയുടെ തോതല്ല കാര്യം, അതിൽ നിന്നും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തന്നെയാണ്. ശകുനിക്ക് തന്റെ ഉള്ളിൽ തോന്നിയ അസൂയയും പ്രതികാരബോധവും ആദ്യമൊക്കെ ഒരു ചെറിയ മനോഭാവം മാത്രമായിരുന്നു. പക്ഷെ അത് ക്രമേണ വളർന്നു അവസാനം കുരുക്ഷേത്ര യുദ്ധം പോലൊരു മഹാനാശത്തിലേക്ക് നയിച്ചു. ഒരു വംശത്തെ മുഴുവനായും നശിപ്പിച്ചു. ഉള്ളിലുള്ള ചെറിയ വൈരം പോലും അപകടകരമാവാം. അത് വളർന്ന് വലിയ വിപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പരിഹരിക്കണം. ബന്ധങ്ങൾ നിലനിർത്താൻ തുറന്ന സംവാദവും ക്ഷമയും ആവശ്യമാണ് എന്നാണ് ഈ കുറൽ നൽകുന്ന പാഠം. കുറൽ 889. എട്പക വന്ന ചിറുമൈത്തേ ആയിനും ഉൾപ്പകൈ ഉള്ളതാം കേടു. എള്ളിൻ തരിപോൽ ചെറുതാകാം ഉൾപ്പക, ഉൾപ്പകയ്ക്കുള്ളിൽ താനുണ്ടല്ലോ കേടു. താങ്ക് യു. Kural 889. Though tiny to measure of half of sesame grain, inner grudge is capacious to spoil a family. Kural 890. குறள் 890. உடம்பாடு இல்லாதவர் வாழ்க்கை ഉടംകരുൾ പാമ്പോട് ഉടൻ ഉറൈന്തറ്റ്. ഇവിടെയാണ് ഏറ്റവും അവസാനം പറയുന്നതാണ്. ഇത്രയും സമയം രാജാവിനെന്ന് പറഞ്ഞ് എടുത്ത് പറയത്തക്ക രീതിയിൽ രാജാവിനെന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും ഇവിടെ വരുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി എങ്ങനെയാവണം. ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് പല കുടുംബജീവിതങ്ങളും ഡൈവോഴ്സിലേക്ക് പോയി നിൽക്കുകയാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലായാലും പല സ്ഥലങ്ങളിലും ആണവക്കൊല എന്ന് തമിഴിൽ പറയാറുണ്ട്, ഗൗരവക്കൊല എന്ന് പറയില്ലേ, അതുപോലെ. കാരണം ജാതിയും മതവും പിന്നെ കാശിന്റെ വലിപ്പം ഇതൊക്കെ നോക്കിയിട്ടാണ് കല്യാണം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഈ ചിലപ്പോൾ പ്രേമിച്ചു എന്നിരിക്കും. അപ്പൊ പ്രേമിച്ചവരിൽ അവരിൽ ആ അന്തരമൊന്നും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് പോകാൻ താല്പര്യമായിരിക്കും, എന്നാൽ കുടുംബക്കാർക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ
ഗൗരവക്കൊല അല്ലെങ്കിൽ ആണവക്കൊല എന്ന് പറയുന്നതൊക്കെ നടക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ചെറിയ ഒരു കാര്യം മതി. ഇപ്പോ രാമായണത്തില് കൂനി എന്ന് പറഞ്ഞാൽ മന്ദര. ആ മന്ദരയുടെ മനസ്സിൽ വന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ രാമായണം തന്നെ ഉണ്ടാവാൻ കാരണം. അത് കമ്പരാമായണത്തിൽ മന്ദരൈ സൂക്ഷിപ്പടലം എന്നുണ്ട്. അതിൽ പറയാറുണ്ട്. കാരണം മന്ദരയ്ക്ക് രാമനോട് വന്ന ദേഷ്യം, മന്ദരയുടെ ശരീരഭാഗം കൂനിയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കൂനി എന്ന് പറയുന്നത്. ആ മുതുകിൽ വന്ന ആ വളവുണ്ടല്ലോ, അതിലേക്ക് രാമൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ കവട്ട എന്ന് പറയും, ഈ ചെറിയ കമ്പ് ഒരു ചെറിയ രണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു സാധനം, അതിനെ വെച്ചിട്ട് കുട്ടികൾ കളിക്കാറുണ്ട്. അത് ഇങ്ങനെ ഒരു ചെറിയ ബോൾ പോലുള്ള ഒരു സാധനം അടിച്ചടിച്ച് കളിച്ചു വന്നു. കറക്റ്റ് അത് ആ കൂനിയുടെ ആ വളഞ്ഞിരിക്കുന്ന കുറുക്കിലാണ് കൊണ്ടുവന്നത്. അത് ഈ കൂനിയുടെ മനസ്സിലെ ഒരു ഇതായിട്ട് കിടന്നു. അത് വീണ്ടും വളർന്ന് അത് ഭയങ്കര ശത്രുതാ മനോഭാവം വന്നു. രാമനോട് അവൻ ഭയങ്കര ദേഷ്യം വന്നു. കാരണം ആ സമയത്ത് ദശരഥൻ, കൈകേയി ഇങ്ങനെ എല്ലാവരും ചിരിച്ചു. ഈ കൂനിയുടെ കുറുക്കിലടിക്കുമ്പോൾ അത് കണ്ട് ചിരിച്ചവരുണ്ട്. അപ്പോൾ ഇവക്കത് ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ കാരണം ഈ മുതുകിലിരിക്കുന്ന വളവ്, അവളത് വലിയ എനിക്ക് വന്ന വലിയൊരു എന്താണ് മോശമായ ഒരു കാര്യം എന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ കുട്ടികൾ അടിച്ചപ്പോൾ വലിയവരായ ആരും തന്നെ അതിനെ നിയന്ത്രിച്ചില്ല എന്നുള്ള ദേഷ്യം അവൾക്കുണ്ട്. ഇതാണ് രാമന് ഈ മുടി ചൂടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ ചെന്ന് കൈകേയിയുടെ അടുത്ത് പറഞ്ഞ് എല്ലാം മനയുടെ മനസ്സ് മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രെയിൻ വാഷിംഗ് മൈൻഡ് ഉള്ളവളാണ് ഈ കുനി. നല്ല സംസാരിക്കാനുള്ള കഴിവുള്ള വ്യക്തി. അതുകൊണ്ടാണ് കൈകേയിയെ പോലും മനസ്സ് മാറ്റിയത്. അത് കാരണം ഈ കൈകേയിയുടെ കൂടെ നിൽക്കുന്ന കൂനിയാണ് ഈ കൈകേയിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരു ഉത്പഹ എന്ന് പറയുന്നത് എത്ര വലുതാണ്, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് മനസ്സിന് ഇഷ്ടമില്ലാത്തവർ രണ്ടുപേര് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടുപേർക്ക് താല്പര്യം വേണം. ഈ ആളെ എനിക്കിഷ്ടമാണ്, ഈ പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ് എന്ന് തോന്നിയാൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോകൂ. ഇവിടെ അതാണ് പറയുന്നത്, ഉടമ്പാട് ഇല്ലാത്തവർ വാഴ്ക്കൈ. രണ്ടുപേരുടെ മനസ്സിന് ഇല്ലാത്തവരുടെ ജീവിതം എന്നത് കുടം കരുൾ പാമ്പോട് ഉടൻ ഉറയുന്നറ്റ്. ഒരു പാമ്പിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പാമ്പിനെ അടുത്ത് വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അതുപോലെയാണ് കുടം കരുൾ. ഒരു കുടത്തിന്റെ ഒരു കുടിലിനുള്ളിൽ തന്നെ പാമ്പുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് രണ്ടുപേർക്കും ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് കൂടെ ഈ ശത്രുതാ മനോഭാവമുള്ളവരെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നതും ഒരു പാമ്പിനെ കൊണ്ട് നടക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാണ് ഈ അധികാരത്തിലെ അവസാനത്തെ കുറളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ തിരുക്കുറൾ പാഠത്തിലെ ഏറ്റവും അവസാന പദ്യമാണ് നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരുന്നത്. കുറൽ 890. ഉടമ്പാടു ഇല്ലാതവർ വാഴിക്കൈ കുടങ്കരുൾ പാമ്പൊടു ഉടനുറൈ ദറ്റു. ചിത്തമിണങ്ങാത്തോർ വാഴ്വ് ഒരു കൂരക്കീഴ് സർപ്പത്തോടൊത്തു കഴിയുമ്പോൾ വിശ്വാസമില്ലാത്തവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നത് ഒരേ കുടിലിൽ തന്നെ പാമ്പിനൊപ്പം വസിക്കുന്നത് പോലെയാണ്. മനപ്പൊരുത്തമില്ലാത്തോരൊന്നിച്ചുള്ളൊരു ജീവിതം വിഷം ചീറ്റുന്ന മൂർഖനൊത്തൊരു കൂട്ടിൽ വസിപ്പതാം. ഉപസംഹാരം. പരസ്പരം ഒന്നായിരിക്കുന്നവർക്കിടയിൽ പൊരുത്തക്കേട് വളർന്നാൽ അകലാനുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ്. അടുക്കളയിൽ പാത്രങ്ങൾ പോലെ നന്നായി ചേർന്നതായി തോന്നുമെങ്കിലും ആന്തരിക കലഹങ്ങൾ നിറഞ്ഞ ഒരു വീട് ഒരിക്കലും യഥാർത്ഥ രൂപത്തിൽ കാണില്ല. ഒരു അരം ഉപയോഗിച്ച് ഉരച്ച ലോഹം പോലെ
ഒരു വംശത്തിന്റെ ശക്തി അകത്തെ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെടുന്നു. പിളർന്ന എള്ള് പോലെ ചെറുതായിരിക്കാം, എന്നാൽ കലഹത്തിലാണ് ദുരന്തം വസിക്കുന്നത്. ഹൃദയങ്ങൾ ഐക്യത്തിലല്ലാത്തവരോടൊപ്പമുള്ള ജീവിതം ഒരു കുടിലിൽ പാമ്പിനൊപ്പം കൂട്ടുകൂടുന്നത് പോലെയാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഖുറൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിന്റെ ആരവം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഖുറലിലെ പല ഈരടികളും കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇതൊക്കെ എത്ര അർത്ഥവത്താണ് എന്ന് തോന്നിപ്പോകാറുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ ആന്തരിക സംഘർഷങ്ങളാണ് വലിയ വിപത്ത്. അതുപോലെ തന്നെയാണ് ഒരു പ്രസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും മതങ്ങളിലാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ അസ്വസ്ഥതകളാണ് കൂടുതൽ പ്രശ്നം. പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ചില ആളുകൾ ചില അവസരങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പിന്നിൽ നിന്ന് കുത്തി. മുന്നിൽ നിന്നുള്ള അറ്റാക്ക് നമുക്ക് കണ്ട് ഒഴിഞ്ഞു മാറുകയോ വേണ്ടത് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഏറ്റവും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കാണ്. പ്രത്യേകിച്ച് വീട്ടിലുള്ളവരെ ശത്രുവായി കിട്ടിയാൽ വളരെ എളുപ്പമായി. അതുപോലെ തന്നെ ചിലർ പറയും ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ രഹസ്യം അറിയാൻ പറ്റുന്നത് അദ്ദേഹത്തെ കൊണ്ട് യാത്ര ചെയ്യുന്ന ഡ്രൈവർക്കാണ്. പ്രത്യേകിച്ച് മന്ത്രിമാരെയൊക്കെ കെണിയിലൊക്കെ പെടുത്തണമെന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ ഡ്രൈവറെ ചാക്കിലാക്കിയാൽ മതി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല രാജ്യങ്ങളിലെയും അധികാരികളെയൊക്കെ കൊല ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ ശത്രു രാജ്യത്തിന് സാധിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ചില ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് കൂടിയാണ്. അങ്ങനെയാണ് ഈ സീക്രട്സ് പുറത്തു പോകുന്നത്. നേതാവ് എവിടാണ് ഒളിച്ചിരിക്കുന്നത്, ഇപ്പോൾ എവിടെ ബോംബിട്ടാൽ കാര്യം നടക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഖുറലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ജാഗ്രത. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നത്തെ ഈ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത ശാന്തി മാം, സാബു സാർ, മോഹൻ സാർ, ഓമന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ജോർജ് സാർ, എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം കേൾവിക്കാരായി ഇതിൻ്റെ അതിപ്പോൾ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ പേരോടും, അതുപോലെ തന്നെ വളരെ ദിവസങ്ങൾക്ക് ശേഷം നമ്മോടൊപ്പം കൂടിച്ചേർന്ന ഉഷ ടീച്ചറും ഷീല ബിഗുവും എല്ലാവരോടുമുള്ള നന്ദി പറയട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Quran 890. Living together with those have no trust is the living with snake in same hut. Understanding verse 890. In this final couplet of chapter 89, Valluvar uses a terrifying vivid image, sharing a home with a venomous snake. Living in close quarters with someone you cannot trust creates a constant state of mortal anxiety, where every shadow or movement feels like a potential strike. The hut represents the intimacy of family or close
partnership, a space that should be a sanctuary but becomes a prison of fear when an inner grudge exists. Just as one can never truly sleep soundly next to a cobra, a life built on broken trust is a life of perpetual, life-threatening tension. This verse serves as a final warning that such a coexistence is not just difficult, it is unsustainable and eventually fatal. The Brihadaranya Upanishad contains a profound dialogue between the sage Yajnavalkya and his wife Maitreyi regarding the nature of the self and true connection. While it is philosophical text, it illustrates the danger of untrustworthy living by contrasting it with the only true foundation for a home, the false foundation. Yajnavalkya explains that a husband is not dear for the sake of the husband, nor a wife for the sake of the wife, but for the sake of the Atman, the divine self, the snake of duality. When individuals live together based only on ego or hidden agendas, the inner grudge, they are living in duality. The lesson in the Upanishadic view, living with someone whose self is hidden or deceitful is like living with a snake because you are disconnected from the truth. The consequence, without the light of the self to guide the relationship, the darkness of the heart remains, and the snake of suspicion will eventually bite the inhabitant. Just as the Upanishad urges us to move from the unreal to the real, Valluvar warns that a real life cannot be built in a hut shared with a snake or mistrust. The Tirukural concludes that true strength is not found in external conquests, but in the mastery of one's own character and the cultivation of genuine relationships. Through chapter 89, Valluvar reminds us that an inner grudge is a silent erosion that collapses even the mightiest fortresses from within. He teaches that vigilance and determinant are the only shields against the snake in the hut and the unbaked pot of divided loyalty. Ultimately, the text advocates for a life of transparency, suggesting that peace is impossible where hidden enmity resides. By addressing these internal shadows, one can move toward a life of embers of hope, defined by integrity and unbreakable unity. A poem. A house may stand against the gale with the walls of stone and iron rail, but if within a grudge is kept, while trust and kindness long have slept, it is a hut where cobras glide, a brittle pot where cracks reside. Pluck out the thorn, let sunlight in, for peace without must first begin within. Respected Sabu sir, this platform, a sacred space, whether a stage or a humble home, where the silence of the past is transformed into the spoken melody of appreciation. Dear Nayanar sir, Joshi sir, George sir, Sri Kumari ma'am, Usha ma'am, Sheila ma'am,
these are the souls who actively exchange the energy of embers of hope, bridging the gap between a kind deed and a heart that remembers. The viewers, the silent witnesses who observe this exchange, gathering the seeds of inspiration to plant shades of comfort in their own lives. Thank you to all. Thank you, ma'am. Okay, thank you. I didn't say the name of Shanti ma'am. Sorry, Thank you, ma'am. dear Shanti Shanti ma'am. ma'am. I was looking there. പേരില്ലെങ്കിൽ പ്രശ്നമാവും കേട്ടോ. ഞാൻ ആളുകളെ നോക്കിയപ്പോ പെട്ടെന്ന് താങ്ക് ആയി യു വന്നില്ല. Election ഫോട്ടോ സമയം. കണ്ടില്ല, അതുകൊണ്ടാ പറ്റിയത്. സ്ഥിരം സാർ എന്താണ് അടുത്ത ആഴ്ച പറയും. സാറേ, നമ്മുടെ ഇത് അടുത്ത ചാപ്റ്റർ 90 ആണ്. പക്ഷെ നേരെ പകുതിയായിട്ടുള്ള 45ാമത്തെ ചാപ്റ്ററിലും ഇതേ പേരിൽ അല്പം വ്യത്യാസത്തിലുള്ള ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അവിടെ കണ്ടത് ചാപ്റ്റർ 45 പെരിയാറെ തുണൈക്കോടൽ, അതായത് മഹത്തുക്കളെ തുണയാക്കൽ എന്ന ഒരു ചാപ്റ്റർ വന്നിട്ടുണ്ട്. തുടക്കം മഹത്തുക്കളെ എന്നുള്ളതാണ്. ഇനി അടുത്ത ചാപ്റ്റർ പറയുന്നത് മഹത്തുക്കളെ നിന്ദിക്കായിക. നേരത്തെ തുണ കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരായിട്ട് സഹവാസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ സുഹൃത്തുക്കളാക്കണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നത് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് അങ്ങനത്തെ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും അവരോട് ശത്രുത പുലർത്താൻ പാടില്ല, നിന്ദിക്കരുത് എന്നുള്ളതാണ്. തന്നേക്കാൾ ഉയർന്നവരോട് ബഹുമാനപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും വേണം. ഉയർന്നവർ എന്ന് പറയുമ്പോൾ ശക്തി കൊണ്ട് ഉയർന്നവരായ രാജാക്കന്മാർ, തപശക്തി കൊണ്ട് മഹത്വമാർന്ന ഋഷീശ്വരന്മാർ തുടങ്ങിയവരെല്ലാം പെടുന്നു. ക്രോധവും ഉൾപ്പകയും മറ്റുമാണല്ലോ നിന്ദനത്തിന്റെ പ്രേരകമാവുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ നിന്ദിക്കാതിരിക്കണം എന്നുകൂടി പറഞ്ഞിട്ടാണ് പെരിയാറെ പിഴയാമ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ വരുന്നുണ്ട്. അഥവാ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ 45ാമത്തെ ചാപ്റ്റർ ഇതായിരുന്നു, ഹെൽപ്പ് ഓഫ് ദി വൈസ്. 90ാമത്തേതാണെങ്കിൽ റെഫറൻസ് ടു ഗുരു എന്നുള്ളതിൽ പറയുന്നുണ്ട്. അതും നല്ലൊരു ഇതാണ്. കാരണം ഒന്നിലും അവിടെ ശത്രുത ഉണ്ടാക്കാതെ അവരെയോട്ട് സഹകരിച്ച് പോയാലേ നന്മ കിട്ടുള്ളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് നന്നായിരുന്നു. മാത്രമല്ല ആദ്യത്തെ ഖുറാൻ പറഞ്ഞ സാധ്യം എനിക്ക് ആദ്യം എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ആദ്യം ഞാൻ എഴുത്തപ്പോഴും, അതായത് നിഴലും വെള്ളവും എങ്ങനെയാണ് നമുക്ക് കുറെ കഴിയുമ്പോൾ ശത്രുവായിട്ട് മാറുന്നു, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറഞ്ഞത് മാഡം ഇടയ്ക്ക് പറഞ്ഞു. അത് നീർക്കെട്ട് എപ്പോഴും നിഴലും വെള്ളവും, അതായത് വെയിലത്ത് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ അധ്വാനം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് നിഴലത്ത് കയറി നിൽക്കും, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ദേഹത്തിന് നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടാകും, രോഗാവസ്ഥ. അതേപോലെ ആയിരിക്കും നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥയും എന്നുള്ളത്. എന്നെക്കാളൊക്കെ വളരെയധികം കൂടുതൽ അവർക്ക് കോളേജിൽ പ്രൊഫസർ എന്നുള്ള രീതിക്ക് അവര് പാഠഭാഗങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതൊരു ഓമന ടീച്ചറും എവിടെ നിന്നാണോന്ന് അറിയത്തില്ല, എല്ലാതവിടെയും അതിന്റെ എന്താ പറഞ്ഞാല് പാഠഭാഗങ്ങൾ എവിടെയൊക്കെ ബൈബിളിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുവരുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള വേറെ കവിതകളും പിന്നെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ ഇത്രയും സമയങ്ങളൊക്കെ എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ ആണെങ്കിൽ ശീലമാമും കൃഷ്ണനും ഒക്കെ കൊണ്ടുവരായിരുന്നു. അവർക്കിപ്പം അത്രയ്ക്കുള്ള സമയം കിട്ടാതുണ്ടായിരിക്കും. മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും പുരാണിൽ നിന്നൊന്നും കൊണ്ടുവരാതെ അതൊന്നും വന്നത് വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് എന്താ പറയണ്ടേ, 90ാമത്തെ ഇതിലേക്ക് കടക്കുകയാണ്. നല്ല ഒരു സംരംഭമാണ് നമുക്ക് ഇത്രയും കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. അത് പ്രത്യേകിച്ച് ജോർജ് സാറും പിന്നെ റോയ് സാറൊക്കെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അതിലും ശ്രീകുമാരി മാഡത്തിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയും എന്താ പറയുക, അടുത്തതിലൊക്കെ വരുമ്പോൾ കുറച്ചുപേര് ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കിന്ന് യൂട്യൂബിൽ കാണുന്നുണ്ട്. അവിടെ തുടങ്ങി വെച്ച അനുവിന്ദ ബാലന് ഇന്ന് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, മറുപടി ഒന്നും കിട്ടിയില്ല. അവരിവിടെ വന്നോന്നും അറിയത്തില്ല, അവിടെ തന്നെയാണോന്നും അറിയത്തില്ല. ഏതായാലും ഒരാൾ തുടങ്ങി വെച്ചത്
വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ജോസി സാർ പറഞ്ഞ പോലെ ഏത് കാലഘട്ടത്തിലും എല്ലാ ദിവസത്തേക്കും ഇത് എന്താ പറഞ്ഞാല് അർത്ഥവത്തായിട്ട് മാറുന്ന തിരുക്കുറളാണ്. അതെ, അതിലൊക്കെ വളരെയധികം നമുക്ക് പിന്നെ സന്തോഷമുണ്ട്. സാഹിത്യ കൃതികൾ ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് ചേർന്ന് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ സാർ, സാബു സാറും യാത്ര കഴിഞ്ഞ് പെട്ടെന്നൊന്ന് കയറി കഴിഞ്ഞു. കൃത്യമായ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അടുത്ത ആളെ ഇത് സുധാകരൻ ഡോക്ടറൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക ഗ്രൂപ്പിൽ ചേരാൻ. സന്തോഷം സാറേ. ഇവിടെ താൽക്കാലികമായിട്ട് ലീവിലാന്നേ ഉള്ളൂ, ഞങ്ങള് വരൂട്ടോ സാർ. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്നത്. വേക്കൻസി അവിടെ തന്നെ കിടക്കണേ സാറേ. ആയിക്കോട്ടെ. അവിടെ പറഞ്ഞു വിട്ടു.